ചൂടുകാലമാണ്. നമുക്കൊരു തണുത്തൊരു ഷേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തന്നെ ഒത്തിരി ചിക്കുവിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനവിടെ 3 ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് ചിക്കുവാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് ഒത്തിരി ഫ്ലേവേഴ്സ് വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ 3 ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നല്ല ചിക്കുവിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 5 ചിക്കു നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് 4ആയിട്ടൊന്ന് കീറിയെടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുരു കിട്ടും. ആ കുരു നമ്മൾ ആദ്യം മാറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിനി എടുക്കേണ്ടത് ഇതിൻ്റെ പൾപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്പൂണാണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് ഒത്തിരി ബലം കൊടുക്കാണ്ട് അതിൻ്റെ കാമ്പ് മാത്രം നമുക്ക് കോരിയെടുക്കാം സ്പൂണിൽ. എന്നിട്ട് ആ ഒരു ഭാഗം തിരിച്ചു വെച്ച ശേഷം മറു സൈഡും നമ്മൾ വീണ്ടും ഒന്ന് ഊർത്തി എടുക്കണം. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ തൊലിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ തൊലിയും പൾപ്പും തമ്മിൽ വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ തൊലിയിലധികം ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഷേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലതൊക്കെ ഒത്തിരി പഴുക്കാത്തുണ്ടാവും, പ്രശ്നമല്ല. പക്ഷേ എന്തെങ്കിലും ഒരു 1 2 എണ്ണമെങ്കിലും ചിക്കുമെങ്കിലും നല്ലോണം പഴുത്തത് എടുക്കണം. അപ്പോൾ ആ ഒരു കമർപ്പ് നമുക്ക് മാറിക്കിട്ടും. ചിലരൊക്കെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ നല്ലോണം കഴുകിയിട്ട് ചിക്കൻ്റെ തൊലിയോട് കൂടി ഇടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ തൊലി സെപ്പറേറ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഒത്തിരി തിക്നെസ് വേണ്ടാത്തത് കൊണ്ടും ഒത്തിരി തണുപ്പ് വേണ്ടാത്തത് കൊണ്ടും ഒത്തിരി നേരം ഫ്രീസറിൽ വെക്കാത്ത പാലാണ്. ഞാനിത് നാടൻ പാലാണ് നമുക്ക് ഈ പാക്കറ്റ് വരുന്നത്, നമ്മുടെ നോർമലി പാലല്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ കാണുമ്പോൾ അറിയാം ഒത്തിരി. അപ്പോൾ അത് കഴുകിയിട്ട് ആ കവറൊന്ന് കഴുകിയ വെള്ളം മാത്രമേ അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ്സാണ് ഞാനിവിടെ ജ്യൂസ് എടുക്കുന്നത്. അപ്പം ഒത്തിരി മധുരം വേണ്ടവർക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിന് മിനിമം 2 സ്പൂൺ പഞ്ചസാര എന്ന രീതിയിൽ എടുക്കണം. റെസ്റ്റോറൻറ്റൊക്കെ ആകുമ്പോൾ സമയത്ത് കുറച്ചുകൂടെ മധുരം കൂട്ടും. വേണമെങ്കിൽ കുറച്ചൊരു വാനില ഐസ്ക്രീം കൊണ്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാവുന്നതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്കത് ജ്യൂസായിട്ടോ ഷേക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഷേക്കാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കട്ടി കൂട്ടിയിട്ട് കട്ടിയാക്കിയിട്ടിടണം. ജ്യൂസാണെങ്കിൽ ഒത്തിരി കട്ടിയാവാതെ ഇട്ടാൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിന് തണുപ്പും കിട്ടും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി തയ്യാറാക്കുന്നതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ.